അങ്ങനെ നമ്മൾ റിപ്പോർട്ടറിലെത്തി. എനിക്ക് റിപ്പോർട്ടറിൽ ഇതിന് മുമ്പ് ടൊവിനോ വന്നിട്ടുണ്ട്. അതെ അതെ അല്ലേ? ഞാനത് മീറ്റ് ദ എഡിറ്റേഴ്സും അതിന് മൊയ്തീൻ്റെ പ്രൊമോഷൻ്റെ സമയത്ത് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ മാറിയതിന് ശേഷം ടൊവിനോയെ കാണുമ്പോൾ ടൊവിനോയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ അല്ലേ? മൊയ്തീൻ മുതൽ ഇങ്ങോട്ട് വരുമ്പോഴേക്ക് മലയാളത്തിലെ ഒരു ഹീറോ ആയി. മാത്രമല്ല ചില സർപ്രൈസുകൾ വരാനുണ്ട് എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ പ്രെഡിക്റ്റ് ചെയ്തു മറ്റേതോ ഭാഷയിലൊരു വലിയ ബ്രഹ്മാണ്ഡ ചിത്രം അണിഞ്ഞൊരുങ്ങുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊക്കെ നീ ചോർത്തിക്കൊടുത്തല്ലേ? ശരി, അതിന്റെ സസ്പെൻസ് അങ്ങനെ നിന്നുണ്ട്. ഇല്ല അങ്ങനെയൊന്നുമില്ല. ഇനി കുറച്ച് പരിപാടികൾ വരാനുണ്ട്, പടങ്ങളും ഒക്കെ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഇപ്പോൾ ഈ ഐഡന്റിറ്റി ആണെങ്കിലും കഴിഞ്ഞ് വരുന്ന നരിവേട്ടയാണെങ്കിലും ഏറെ ആ അർത്ഥത്തിൽ ഒരു വലിയ ക്യാൻവാസിലേക്ക് മാത്രമല്ല അത്രയും എഫേർട്ട് എടുത്തെടുത്തൊരു സിനിമ അല്ലേ? ആ രീതിയിൽ വലിയ ടേണിംഗ് പോയിന്റ് എനിക്കൊന്നു. ആദ്യത്തെ സിനിമ നിശ്ചയമായും ടേണിംഗ് പോയിൻ്റാണ്. ABCD വേറൊരു ടേണിംഗ് പോയിൻ്റാണ്. സെവൻത്തിലെ വേറൊരു ടേണിംഗ് പോയിൻ്റാണ്. ഇപ്പോൾ പൃഥ്വിയായിട്ടുള്ള സുഹൃത്ത് എനിക്ക് പൃഥ്വി ആദ്യം പരിചയപ്പെടുന്നത് സെവൻത്തിലെ വെച്ചാണോ? സെവൻത്തില് അഭിനയിക്കാൻ ആയിട്ട് ചെല്ലുന്ന സമയത്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്കഷൻ്റെ തുടങ്ങുന്ന സമയത്താണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. ഈ പൃഥ്വിയും ടൊവിനോയും തമ്മിലുള്ള സൗഹൃദം, ബേസിലും ടൊവിനോയും തമ്മിലുള്ള സൗഹൃദം, നിങ്ങൾ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു വലിയ ബോണ്ട് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? മാത്രമല്ല ഇപ്പോൾ കൂടുതലും സംസാരിക്കപ്പെടുന്നത് ഞാനും രാജുവേട്ടനായിട്ടുള്ള സൗഹൃദവും ഞാനും ബേസിലായിട്ടുള്ള സൗഹൃദമായിരിക്കും. പക്ഷെ അല്ലാതെ ഇപ്പോൾ ഞാനും ആസിഫുമായിട്ട് സൗഹൃദമുണ്ട്, ഞാനും ദുൽഖറുമായിട്ട് സൗഹൃദമുണ്ട്, ഞാനും ഉണ്ണിയായിട്ട് സൗഹൃദമുണ്ട്. ഞങ്ങളിടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാവുന്ന കഥകൾ, ഞങ്ങൾക്ക് എക്സ്പീരിയൻസസ് ഒക്കെ. സണ്ണിയുണ്ട്. അങ്ങനെ ഞങ്ങളിടയ്ക്ക് ഒരു ദിവസമൊക്കെ വെറുതെ ഒരു ദിവസം ഞാനും സണ്ണിയും വിനിയേട്ടൻ നമ്മൾ കുതിരയുടെ റൈറ്റർ ഞങ്ങൾ ഒരു ദിവസം ഒന്നുമില്ല ഒരു വർത്താനം പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഒരു ഓഫ് ടൈം കിട്ടിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ ഇഷ്ടം പോലെയുണ്ട്. ഭയങ്കര നല്ലതാണ് അത്. പക്ഷേ ഈ സുഹൃത്ത് ബന്ധവും നിങ്ങളുടെ പ്രൊഫഷണലിസവും ആ പ്രൊഫഷണൽ ഈഗോയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ഇതിൽ ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് നോക്കുന്നവർക്കാണ് ആ പ്രൊഫഷണൽ ഈഗോ എന്നൊക്കെ. അകത്ത് നിൽക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലാവുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളുണ്ട്, കുറേ തമാശകളുണ്ട് ഞങ്ങൾക്ക്. പണ്ടൊരു കാലത്ത് ഒരു വലിയ വിവാദം ഉണ്ടായിരുന്നത്, അതായത് സൂപ്പർ താരങ്ങളുടെ സിനിമയെ കൂവിത്തൊപ്പിക്കാൻ വേണ്ടി വേറെ ചില ആളുകൾ ഫാൻസിനെ ഇറക്കുന്നു, ഇനി വേറെ ചില ഫാൻസ് അസോസിയേഷൻ ഇറക്കുന്നു. പക്ഷേ ഈ ഒരു യങ്സ്റ്റേഴ്സ് വന്നതിന് ശേഷമുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ട്രെൻഡ് ആ സംഭവം ഇപ്പോൾ ഇല്ല. ഞാൻ പറയണത് ഈ മറ്റൊരാളുടെ പരാജയം കൊണ്ടല്ലല്ലോ നമ്മൾ ജയിക്കേണ്ടത്. അത് എന്താ അഭിമാനിക്കാനുണ്ട് കാര്യത്തിൽ? സപ്പോർട്ടീവുമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പൃഥ്വിയുടെ സിനിമയെ എനിക്കൊന്നു സെവൻത്തിലെ കഴിഞ്ഞ് പൃഥ്വിയാണ് ഒരു ബ്രേക്ക് തരുന്നത്. എന്നതിന്റെ ഇതിലേക്ക് വിളിക്കുന്നതും പുള്ളിയാണ്, പൃഥ്വിയുടെ റെക്കമെൻഡേഷൻ. അതെ, അവിടെ പിന്നെ പ്രൂവ് ചെയ്യുന്നു, പിന്നീട് ആ ലെവലിലേക്ക് വരുന്നു. പക്ഷേ പൃഥ്വിയുടെ ആദ്യം ഡയറക്റ്റ് ചെയ്ത സിനിമയിൽ ഏറ്റവും നിർണായകമായ വേഷം ചെയ്യുന്നു. ഇപ്പോൾ എമ്പുരാൻ വരാൻ പോകുന്നു. അത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് രാജുവേട്ടൻ ഇപ്രാവശ്യം എമ്പുരാൻ്റെ ഷൂട്ട് ഫസ്റ്റ് ഞങ്ങൾ ഒരു സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് കോംപ്ലിമെന്റ്സിന് വേണ്ടി ചോദിക്കാറുമില്ല. അങ്ങനെ ഒരു ഡ്രമാറ്റിക് കോംപ്ലിമെന്റ്സ് പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറില്ല. പൃഥ്വിയെ അത് എനിക്കൊരു ചേട്ടൻ്റെ സ്ഥാനത്തുള്ള ഒരാളാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് പുള്ളി കാണുന്നത്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. വെരി ഫ്യൂ വേർഡ്സ് എൻ്റെ സ്പിരിറ്റ്സ് ഭയങ്കര ഹൈ ആക്കി തന്നു. അതായത് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ, എല്ലാത്തിലും ഡിക്ഷൻ ആണെങ്കിലും എല്ലാ പ്രൊനൗൺസിയേഷൻ ആണെങ്കിലും ഒക്കെ അടിപൊളി. താങ്ക് യു. അത് തരുന്ന കോൺഫിഡൻസ് ഭയങ്കര അടിപൊളിയാണ്. എമ്പുരാൻ വലിയ എക്സ്പെക്ടേഷനിൽ ഇരിക്കുന്നൊരു മൂവിയാണ്. പ്രത്യേകിച്ച് ലൂസിഫർ എന്ന് പറയുന്ന ഫിലിം ഉണ്ടാക്കിയ ഒരു ഓളം, ആ ഓളത്തിന് മുകളിൽ നിന്നില്ലെങ്കിൽ വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഈ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമേ എന്തൊരു ഫീല് ടൊവിനോയ്ക്ക്? അതിൻ്റെ സംവിധായകന് നല്ല കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് അതെന്താണ് ആ സിനിമ അച്ചീവ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ആ സിനിമ ഷൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെ നല്ല ധാരണയുള്ള ആൾ തന്നെയാണ്, അത്ര ബോധ്യമുള്ള ആളാണ്. അത് കാരണം അതിൽ അഭിനയിക്കുന്ന എനിക്കൊന്നും ഒരു ടെൻഷനില്ല. ആ പുള്ളി അത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ലൂസിഫറിലെ തന്നെ പല സീനുകളും ശരിക്കും പറഞ്ഞാൽ ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന സീനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, ഉണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ എമ്പുരാനിൽ? ഉറപ്പായിട്ടും ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ ഗൂസ് ബംസ് ഉണ്ടാവില്ലെന്ന് പ്രേക്ഷകർ തിയേറ്ററിൽ കണ്ടിട്ടാണ് അറിയേണ്ടത്. പക്ഷേ അതിനുള്ള പരിപാടികളൊക്കെ ആ സിനിമയിലുണ്ട്.